ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീംസ്. നിങ്ങൾ സിലബസ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീം ആണ് ഉള്ളത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓവർഹാങ്ങിങ് ബീമാണ് നോക്കുന്നത്. ഓവർഹാങ്ങിങ് ബീമിൽ തന്നെ സിംഗിൾ ഓവർഹാങ്ങും വരും, ഡബിൾ ഓവർഹാങ്ങും വരും. അപ്പോൾ ഞാനിപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സിംഗിൾ ഓവർഹാങ് ബീമാണ് പഠിപ്പിക്കുന്നത്. ഇതും സിമിലർ തന്നെയാണ് ഡബിൾ ഓവർഹാങ്ങും. രണ്ട് സൈഡിലും ഓവർഹാങ്ങിങ് പോർഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഓവർഹാങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത് കൃത്യമായി അറിയാമെങ്കിൽ ഡബിൾ ഓവർഹാങ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീമാണ് നോക്കുന്നത്. സിംഗിൾ ഓവർഹാങ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് എ, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് ബി, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. സോ ഫസ്റ്റ് ഒരു ഓവർഹാങ്ങിങ് ബീം കൺസിഡർ ചെയ്യുക, എ ബി സി. ഈ ബീമിലെ ബി സി ആണ് ഓവർഹാങ് പോർഷൻ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് ദിസ് ബീം ദാറ്റ് ഈസ് എ ബിക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ആണ്. ഓവർഹാങ്ങിങ് പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. ഫിഗർ ശ്രദ്ധിക്കുക, എ ബിയുടെ സ്പാൻ എൽ ആണ്, ഓവർഹാങ്ങിങ് പോർഷൻ്റെ ലെങ്ത് എ ആണ്. നമ്മൾ എ ബിയിൽ ഒരു റാൻഡം ആയൊരു പോയിന്റ് കൺസിഡർ ചെയ്തു ഡി വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് ഫ്രം എ. അതുപോലെ ഓവർഹാങ്ങിങ് പോർഷനിൽ നമ്മൾ റാൻഡം ആയൊരു പോയിന്റ് കൺസിഡർ ചെയ്തു ഇ വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് Z1 ഫ്രം സി. ഓക്കെ, അപ്പം നമ്മൾ എ ബിയിൽ പോയിന്റ് ഡി കൺസിഡർ ചെയ്തു വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് Z ഫ്രം എ. അതുപോലെ ബി സിയിൽ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് Z1 ഫ്രം സി. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾ ഫിഗറിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഓരോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇഫ് നമ്മുടെ യൂണിറ്റ് ലോഡ് എ ബി എന്ന പോർഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആർ എ ആർ ബി എന്തായിരിക്കും? ഇഫ് നമ്മുടെ യൂണിറ്റ് ലോഡ് എ ബി ഈ പോർഷൻ എ ബി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ആർ എ എന്തായിരിക്കും? നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നോക്കിയ സെയിം ആർ ഈസ് ഈക്വൽ ടു എൽ മൈനസ് എക്സ് ബൈ എൽ ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. സിമിലർലി ഇഫ് നമ്മുടെ യൂണിറ്റ് ലോഡ് ബി സി ഓവർഹാങ്ങിങ് പോർഷനിലാണ് ഇരിക്കുന്നതെങ്കിലോ ആർ എ ആർ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂണിറ്റ് ലോഡ് എ ബി എന്ന് പോർഷനിൽ ഇരിക്കുമ്പോൾ ആർ എ ആർ ബി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ആർ എ ആർ ബിക്ക് സിമിലർ ആയിരിക്കും. വെറാസ് ഓവർഹാങ്ങിങ് പോർഷനിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുമ്പോൾ ആർ എ ആർ ബി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ലോഡ് ഓവർഹാങ്ങിങ് പോർഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആർ എ ആർ ബി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആർ എ കിട്ടും മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ ആൻഡ് ആർ ബി എൽ പ്ലസ് എ മൈനസ് എക്സ് ബൈ എൽ. അപ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് ലോഡ് എ ബിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആർ എ ആർ ബി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെയിം ആയിരിക്കും. വെറാസ് യൂണിറ്റ് ലോഡ് ബി സി എന്ന പോർഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആർ എയും ആർ ബിയും ഡിഫറെൻ്റ് ആണ്. ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എ മൈനസ് എക്സ് ബൈ എൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൃത്യമായ റിയാക്ഷൻസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എ ബിയിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുമ്പോഴും ബി സിയിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുമ്പോഴും സപ്പോർട്ട് റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ എ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ വെൻ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ എ ബി. എ ബിയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. എ ബി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആർ എ?
L minus x by L. നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ കണ്ടായിരുന്നു. When unit load is in portion AB, R is equal to L minus x by L. Unit load AB ലാണെങ്കിൽ x varies from 0 to L. So limit apply when x is equal to 0. R യുടെ equation x ന് 0 substitute ചെയ്യുക. So R is equal to 1. Similarly, when x is equal to L, R is equal to 0. Okay. അപ്പോൾ AB എന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോൾ R എന്ന് പറയുന്നത് L minus x by L ആണ്. X varies from 0 to L. So when x is equal to 0, R is equal to 1. When x is equal to L, R is equal to 0. Similarly, when unit load is in portion BC, BC യിലാണ് യൂണിറ്റ് ലോഡ് എങ്കിൽ എന്തായിരിക്കും R? കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു മൈനസ് ഓഫ് A minus x by L. അപ്പോൾ BC എന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുമ്പോൾ R മാറുന്നുണ്ട്, തെറ്റിക്കരുത്. R is equal to minus of A minus x by L. ശ്രദ്ധിക്കുക, BC എന്ന പോർഷനിൽ x varies from, BC യുടെ ലെങ്ത് A ആണ്. So x varies from 0 to A. So when x is equal to 0, അതായത് യൂണിറ്റ് ലോഡ് C യിലായിരിക്കുമ്പോൾ R minus A by L. ശ്രദ്ധിക്കുക, BC യിൽ x varies from 0 to A ആണ്. 0 എന്ന് പറയുന്നത് C എന്ന പോയിന്റിലായിരിക്കും x 0. C മുതൽ B വരെയാണ് x വേരി ചെയ്യുന്നത്. അപ്പോൾ x 0 ആയിരിക്കുമ്പോൾ that is at C, R is equal to minus A by L, and when x is equal to A, R is equal to 0. Okay. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലെയും റിയാക്ഷൻസിൻ്റെ വാല്യൂ കിട്ടി. ഇനി അത് പ്ലോട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. x 0 ആകുമ്പോൾ, അതായത് എയിൽ R 1 ആണ്, x L ആകുമ്പോൾ, അതായത് ബിയിൽ R 0 ആണ്. ശ്രദ്ധിക്കുക, ഇനി ബി സി എന്ന പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ x 0 ആകുമ്പോൾ R മൈനസ് എ ബൈ എൽ. x 0 ആവുന്നത് സി എന്ന പോയിന്റ് ആണ്. സോ സി എന്ന പോയിന്റിൽ മൈനസ് എ ബൈ എൽ ആയതുകൊണ്ടാണ് താഴോട്ട് വരച്ചിരിക്കുന്നത്. അതുപോലെ ബി സി എന്ന പോർഷനിൽ എക്സ് എ ആകുമ്പോൾ, അതായത് ബിയിൽ R 0 ആണ്. സോ ഇതിനെ പ്ലോട്ട് ചെയ്യുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ ബി ആണ്. ആർ എയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെ വരച്ചു? സെയിം. ആദ്യം എന്ത് ചെയ്യുക, യൂണിറ്റ് ലോഡ് എ ബി എന്ന പോർഷനിലാണ് കൺസിഡർ ചെയ്യുക. സോ വെൻ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ എ ബി, ആർ ബി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. എ ബിയിലാണ് യൂണിറ്റ് ലോഡ് എങ്കിൽ എക്സ് വേരീസ് ഫ്രം 0 to L. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ആർ ബി 0 ആയിരിക്കും. വെൻ എക്സ് ഇസ് ഈക്വൽ ടു L, ആർ ബി 1 ആയിരിക്കും. സിമിലർലി വെൻ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ ബി സി, ഓവർഹാങ്ങിങ് പോർഷനിലാണ് യൂണിറ്റ് ലോഡ് കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആർ ബി? എൽ പ്ലസ് എ മൈനസ് എക്സ് ബൈ എൽ. ഓക്കെ. ബി സി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം 0 to A. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ആർ ബിയുടെ ഇക്വേഷനിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ബി ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എ ബൈ എൽ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ, ആർ ബി ഇസ് ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ എ ബി എന്ന പോർഷനിലും ബി സി എന്ന പോർഷനിലെയും ഓരോ പോയിന്റിലെയും ആർ ബിയുടെ വാല്യൂ കിട്ടി. ഇനി ഇത് പ്ലോട്ട് ചെയ്യുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുക, എക്സ് 0 ആകുമ്പോൾ, അതായത് എ എന്ന പോയിന്റിൽ ആർ ബി 0 ആണ്. എക്സ് എൽ ആകുമ്പോൾ, അതായത് ബി എന്ന പോയിന്റിൽ ആർ ബി 1 ആണ്. അടുത്ത ഓവർ ഹാങ്ങിങ് പോർഷനിലോട്ട് പോവുക. എക്സ് 0 ആകുമ്പോൾ, ദാറ്റ് ഇസ് സി എന്ന പോയിന്റിൽ ആർ ബി എൽ പ്ലസ് എ ബൈ എൽ ആണ്. ദെൻ എക്സ് എ ആകുമ്പോൾ, അതായത് ബി എന്ന പോയിന്റിൽ, ഓവർ ഹാങ്ങിങ്ങിൽ ബി എന്ന പോയിന്റിൽ ആർ ബി 1 ആണ്. പ്ലോട്ട് ചെയ്യുക, ഡ്രോ ദി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ആർ ബി. ഓക്കെ. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ്. ഡി എന്ന് പറയുന്നത് എ ബിയിൽ നമ്മൾ റാൻഡമായി കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ശ്രദ്ധിക്കുക, എ ബി എന്ന പോർഷനിലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എങ്ങനെ വരച്ചോ സെയിം. ശ്രദ്ധിക്കുക, എ ബി എന്ന പോർഷനിലെ ഒരു പോയിന്റ് ആണ് ഡി. സോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി when we consider unit load is in portion AB, AB എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെയാണോ വരച്ചത് അതുപോലെ. സോ ഫസ്റ്റ് when unit load is in portion AB, ശ്രദ്ധിക്കുക, എ ബിയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഒന്നുകിൽ എ ഡി എന്ന പോർഷനിലായിരിക്കും, അല്ല എങ്കിൽ ഡി ബി എന്ന പോർഷനിലായിരിക്കും. കാരണം നമുക്ക് ഡിയുടെ ഷിയർ ഫോഴ്സ് ആണ് വേണ്ടത്. ഇഫ് യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ എ ഡി, എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇസഡ് ആയിരിക്കില്ലേ? സോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്തായിരിക്കും? ആർ എ മൈനസ് 1, ദാറ്റ് ഇസ് മൈനസ് എക്സ് ബൈ എൽ. എ ഡി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം 0 to Z. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഷിയർ ഫോഴ്സ് അറ്റ് ഡി 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു Z, ഷിയർ ഫോഴ്സ് അറ്റ് ഡി മൈനസ് Z by L.
നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കണ്ട സെയിം. ദെൻ നെക്സ്റ്റ് എ ബിയിൽ തന്നെയാണ് യൂണിറ്റ് ലോഡ്, പക്ഷേ ഡി ബി എന്ന പോർഷനിലാണ്, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്. ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എ ആയിരിക്കും, ദാറ്റ് ഈസ് എൽ മൈനസ് എക്സ് ബൈ എൽ. ഡി ബി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം ഇസഡ് ടു എൽ. When x is equal to z, shear force at D is equal to L minus z by L, and when x is equal to L, shear force at D is equal to 0. അപ്പോൾ എ ബി എന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ചെയ്തത് സെയിം. ദെൻ നെക്സ്റ്റ് വെൻ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ ബി സി. അടുത്ത് നമ്മൾ ബി സിയിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ബി സിയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് ഡി, ഡിയുടെ ലെഫ്റ്റ് സൈഡ് ആർ എ മാത്രമേ ഉള്ളൂ, സോ ആർ എ. ഇനി ബി സി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആർ എ? മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ. അത് തെറ്റിക്കരുത്. ബി സിയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആർ എ ആണ്. ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ. ഓക്കെ. ഇനി ബി സി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം 0 ടു എ. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഷിയർ ഫോഴ്സ് അറ്റ് ഡി മൈനസ് എ ബൈ എൽ, ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ, ഷിയർ ഫോഴ്സ് അറ്റ് ഡി 0. ഓക്കെ. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. എക്സ് 0 ആകുമ്പോൾ, അതായത് എയിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. എക്സ് ഇസഡ് ആകുമ്പോൾ, അതായത് യൂണിറ്റ് ലോഡ് ഡിയുടെ ജസ്റ്റ് ലെഫ്റ്റ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസഡ് ബൈ എൽ, മൈനസ് ഇസഡ് ബൈ എൽ ആയതുകൊണ്ടാണ് താഴോട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ യൂണിറ്റ് ലോഡ് ഡിയുടെ ജസ്റ്റ് റൈറ്റ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് എൽ മൈനസ് ഇസഡ് ബൈ എൽ. പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് മാർക്ക് ചെയ്തു. ഇനി എക്സ് എൽ ആകുമ്പോൾ, അതായത് ബിയിൽ ഷിയർ ഫോഴ്സ് 0. ഇനി ഓവർ ഹാങ്ങിങ് പോർഷനിലോട്ട് പോകാം. എക്സ് 0, അതായത് സിയിലെ പോയിന്റിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്നത് മൈനസ് എ ബൈ എൽ. മൈനസ് ആയതുകൊണ്ടാണ് എ ബൈ എൽ താഴോട്ട് വരച്ചേക്കുന്നത്. അതുപോലെ ഓവർ ഹാങ്ങിങ് പോർഷനിൽ എക്സ് എ ആകുമ്പോൾ, അതായത് ബിയിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. സോ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്നതും എ ബി എന്ന പോർഷനിൽ നമ്മൾ എങ്ങനെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചോ സെയിം. ബി സിയിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ ഫസ്റ്റ് കൺസിഡർ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ പോർഷൻ എ ബി. എ ബിയിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുന്ന കൺസിഡർ ചെയ്യുക. എ ബിയിൽ തന്നെ ഡി എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമുക്ക് വേണ്ടത്. സോ രണ്ട് പോർഷൻ വരും, എ ഡി ആൻഡ് ഡി ബി. So first AD consider here. When unit load is in portion AD, X will be less than Z. So BMD എന്തായിരിക്കും? RA into Z minus 1 into Z minus X. That is simplifying X by L into L minus Z എന്ന് വരും. ഇത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ചെയ്ത സെയിം ആണ്. AD എന്ന പോർഷനിൽ X varies from 0 to Z. When X is equal to 0, bending moment at D is equal to 0, and when X is equal to Z, BMD is equal to bending moment at D is equal to Z by L into L minus Z. Similarly, if the unit load is in portion DB, DB ലാണ് unit load ഇരിക്കുന്നതെങ്കിൽ X is greater than Z. So, bending moment at D is equal to RA into Z, that is Z by L into L minus X. DB എന്ന പോർഷനിൽ X varies from Z to L. So, when X is equal to Z, bending moment at D is equal to Z by L into L minus Z. When X is equal to L, bending moment at D is equal to 0. അപ്പോൾ എ ബി എന്ന പോർഷനിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കണ്ട സെയിം ആണ്. ഇനി ബി സി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി? ആർ എ ഇൻറ്റു ഇസഡ്. ബട്ട് ആർ എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു ഇസഡ്. ബി സി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം 0 to a. So when x is equal to 0, bending moment at D is equal to minus AZ by L, and when x is equal to A, bending moment at D is equal to 0. Okay. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്ന നോക്കാം. എക്സ് 0 ആകുമ്പോൾ, അതായത് എയിലെ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് 0. എക്സ് ഇസഡ് ആകുമ്പോൾ, അതായത് ഡിയിലെ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് ഇസഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്. എക്സ് എൽ ആകുമ്പോൾ, അതായത് ബിയിൽ ബെൻഡിങ് മൊമെന്റ് 0. ഇനി ഓവർ ഹാങ്ങിലോട്ട് പോകാം. എക്സ് 0, അതായത് സിയിലെ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് എ ഇസഡ് ബൈ എൽ, മൈനസ് ആയതുകൊണ്ടാണ് താഴോട്ട് വന്നത്. അതുപോലെ ഓവർ ഹാങ്ങിൽ തന്നെ എക്സ് എ ആവുമ്പോൾ, അതായത് ബിയിലെ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് 0. സോ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കിട്ടും. ഓക്കെ.
അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കാണാതെ അറിഞ്ഞിരിക്കണം, അതെങ്ങനെ വന്നു എന്നും അറിയണം. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഇയിലെ ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, നമ്മൾ ഇയുടെ ഷിയർ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ ബി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്തായിരിക്കും? ഇയുടെ റൈറ്റ് സൈഡ് ഫോഴ്സസ് ഒന്നുമില്ല, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്തായിരിക്കും? 0. അതുപോലെ ബി ഇ എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്തായിരിക്കും? ഇയുടെ റൈറ്റ് സൈഡ് ഫോഴ്സസ് ഒന്നുമില്ല, സോ ഷിയർ ഫോഴ്സ് അറ്റ് ഇ 0. Then when unit load is in portion EC, ECയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് will be equal to 1. So EC എന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് ഇരിക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഇ is equal to 1. ബാക്കി എല്ലാ പോയിന്റ്സിലും ഷിയർ ഫോഴ്സ് 0 ആണ്. സോ റൈറ്റ് സൈഡിലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ശ്രദ്ധിക്കുക. എയിൽ ഷിയർ ഫോഴ്സ് 0 ആണ്, ഡിയിൽ 0 ആണ്, ബിയിൽ 0 ആണ്. ഇ വരുമ്പോൾ ഷിയർ ഫോഴ്സ് 1 ആണ്. സിമിലർലി സിയിലും ഷിയർ ഫോഴ്സ് 1 ആണ്. അതായത് ഇ സി എന്ന പോർഷനിൽ ഷിയർ ഫോഴ്സ് 1 ആണ്. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ. സിമിലർലി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. ശ്രദ്ധിക്കുക, എ ബിയിലാണ് യൂണിറ്റ് ലോഡ് ഇരിക്കുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്തായിരിക്കും? ഇയുടെ റൈറ്റ് സൈഡ് ഫോഴ്സസ് ഒന്നുമില്ല, സോ 0. ബി ഇ എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് കിടക്കുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്തായിരിക്കും? ഇയുടെ റൈറ്റ് സൈഡ് ഫോഴ്സസ് ഒന്നുമില്ല, സോ 0. ഇനി ഇ സി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ മൈനസ് ഓഫ് 1 into distance z1 minus x. So minus 1 into z1 minus x. EC എന്ന പോർഷനിൽ x varies from 0 to z1. നിങ്ങൾ സെക്കൻഡ് സ്ലൈഡിൽ നോക്കുക. EC എന്ന പോർഷനിൽ x varies from 0 to z1. So when x is equal to 0, bending moment at E is equal to minus z1, and when x is equal to z1, bending moment at E is equal to 0. Okay. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. എയിൽ ബെൻഡിങ് മൊമെന്റ് 0, ഡിയിൽ 0, ബിയിൽ 0, ഇയിൽ 0. ബട്ട് സിയിൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് സി എന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് z1. നെഗറ്റീവ് ആയതുകൊണ്ടാണ് z1 താഴോട്ട് പ്ലോട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇയിൽ ബെൻഡിങ് മൊമെന്റ് 0, സിയിൽ z1. മൈനസ് z1 ആയിട്ട് താഴോട്ട് വരച്ചു. പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. ഓക്കെ. അപ്പം നിങ്ങൾ സിംഗിൾ ഓവർഹാങ്ങിങ് ബീമിൻ്റെ കേസിൽ സപ്പോർട്ട് റിയാക്ഷൻസും ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നു എന്നും അറിയണം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കാണാതെയും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓവർഹാങ്ങിൻ്റെ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. ഇനി ഡബിൾ ഓവർഹാങ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരും, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.